കേരളത്തിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾക്കാണ് പാമ്പിന്റെ കടിയേൽക്കുന്നത്. അതിനാൽ തന്നെ മനുഷ്യർക്ക് പാമ്പുകളുമായി ഇടപെടാനുള്ള സാധ്യതയും സാഹചര്യങ്ങളും വളരെ കൂടുതലാണ്. 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് ആൽജോയാണ് മരിച്ചത്. ആൽജോയുടെ സഹോദരൻ അനോജ് അപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ സുജിത് എസ് നായർ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. നമ്മുടെ നാടായ കേരളം പച്ചപ്പും കൃഷിയും നിറഞ്ഞ നാടാണ്. അതിനാൽ തന്നെ മനുഷ്യർക്ക് പാമ്പുകളുമായി ഇടപെടാനുള്ള സാധ്യതയും സാഹചര്യങ്ങളും വളരെ കൂടുതലാണ്. കേരളത്തിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾക്കാണ് പാമ്പിന്റെ കടിയേൽക്കുന്നത്. ശരിയായ സമയത്ത് ശരിയായ ചികിത്സ ലഭിച്ചാൽ പാമ്പുകടി മൂലം ഉണ്ടാകുന്ന മരണം ഒഴിവാക്കാൻ സാധിക്കും. കേരളത്തിൽ പ്രധാനമായും 3 തരത്തിലുള്ള വിഷപ്പാമ്പുകളാണ് സാധാരണയായി കാണാറുള്ളത്. 1 കോബ്ര അഥവാ മൂർഖൻ, 2 വൈപ്പർ അഥവാ അണലി വർഗത്തിൽപ്പെട്ട പാമ്പ്, 3 കരിയില അഥവാ ക്രൈറ്റ്. പാമ്പ് കടിയേറ്റാൽ സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം? സാധാരണ ആ പാമ്പ് കടിയേറ്റ ഭാഗത്ത് വേദനയാണ് രോഗിക്ക് ആദ്യമായി അനുഭവപ്പെടാറ്. അതിൽ പറയാറ്, അണലിയുടെ കടിയേറ്റാൽ നല്ല അമിതമായ വേദനയാണ് രോഗികൾ കംപ്ലൈൻ്റ് ആയിട്ട് പറയാറ്. അതായത് ഒരു തീക്കനൽ അല്ലെങ്കിൽ തീഗോളം എടുത്തു വെച്ചിട്ടുള്ള പോലെ അത്രയും അതിശക്തമായ പൊള്ളൽ എന്നൊക്കെയാണ് പറയാറ്. മൂർഖൻ കടിച്ചു കഴിഞ്ഞാൽ വേദന ഉണ്ടാകുമെങ്കിലും അണലിയുടെ അത്ര വേദന അവർ പറയാറില്ല. എന്നാൽ ചെറിയൊരു വേദനയും ചെറിയൊരു കടച്ചിലുമാണ് സാധാരണ കാണപ്പെടാറ്. വെള്ളിക്കട്ടൻ കടിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിന് മാത്രം വേദന രോഗികൾ കംപ്ലൈൻറ്റ് പറയാറില്ല. അവർക്ക് സാധാരണഗതിയായി ദഹന പ്രക്രിയയിലുള്ള മാറ്റങ്ങൾ, ഛർദി അല്ലെങ്കിൽ വയറിളക്കം അല്ലെങ്കിൽ വയറുവേദന മുതലായവയാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വെള്ളിക്കട്ടനാണ് കടിച്ചിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയാൻ ചിലപ്പോൾ സമയം പിടിക്കാറുണ്ട്. ഇനി സാധാരണ ആ കടിയേറ്റ ഭാഗത്ത് ഈ വേദനയ്ക്ക് ശേഷം അനിയന്ത്രിതമായി അവിടെ ചെറിയ തോതിലുള്ള രക്തസ്രാവമാണ് അടുത്ത ലക്ഷണമായിട്ട് ഉണ്ടാവാറുള്ളത്. പാമ്പിൻ്റെ കടി മൂലം അല്ലെങ്കിൽ പാമ്പിൻ്റെ വിഷം പ്രധാനമായിട്ടും 2 തരത്തിലുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. 1 ന്യൂറോടോക്സിക് വെനം, 2 ഹീമോടോക്സിക് വെനം. അതിൽ ന്യൂറോടോക്സിക് എന്ന് വെച്ചാൽ നാഡി ഞരമ്പ് വ്യൂഹങ്ങളെ തകരാറിലാക്കപ്പെടുന്ന വിഷം. അത് സാധാരണഗതിയിൽ 1 കോബ്രയിലും ക്രൈറ്റിലുമാണ് കാണാറുള്ളത്. 2 ഹീമോടോക്സിക് വെനം അഥവാ നമ്മൾ രക്തം കട്ട പിടിക്കേണ്ട സാധനത്തിൽ അല്ലെങ്കിൽ ക്ലോട്ടിംഗ് മെക്കാനിസത്തിനെ അഫക്റ്റ് ചെയ്ത് സംഭവിക്കാവുന്ന കോംപ്ലിക്കേഷൻസ് മൂലമുണ്ടാവുന്ന വിഷം. അത് സാധാരണഗതിയിൽ അണലി വർഗത്തിൽപ്പെടുന്ന പാമ്പ് കടിച്ചിലാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് രക്തം കട്ട പിടിക്കുന്നതിൻ്റെ അളവ് കുറയുമ്പോൾ സാധാരണഗതിയിൽ ചുറ്റും ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻ, ചെറിയ രക്തസ്രാവം കാണാറുണ്ട്. 1 അത്തൊലിപ്പുറമെ ചെറിയ രക്ത പൊട്ടിയിട്ടുള്ള പാടുകൾ, ആന്തരിക അവയവങ്ങളിൽ നിന്നും രക്തം പൊടിയൽ, ഉദാഹരണമായി മോണയിൽ നിന്നും രക്തം പൊടിയൽ, മൂത്രമൊഴിക്കുമ്പോൾ ഉള്ള രീതിയിലത്തെ രക്തം പൊടിയൽ, ചിലപ്പോൾ ഛർദ്ദിക്കുമ്പോൾ ചെറിയ തോതിൽ രക്തം ഛർദ്ദിക്കുകയൊക്കെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറ്. ഇതേ വിഷം അല്ലെങ്കിൽ ഹീമോടോക്സിക് വിഷം ആന്തരിക അവയവങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ അതാത് പ്രശ്നങ്ങളാണ് കാണാറുള്ളത്. ഉദാഹരണമായി കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിന്റെ അളവ് കുറയൽ, ഒലിഗോറിയ എന്നുള്ള അവസ്ഥ, അനൂറിയ, കംപ്ലീറ്റ് റീനൽ ഫെയിലറിലോട്ട് പോയി കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ആകമാനം താളം തെറ്റിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിച്ചേരാറുണ്ട്. ന്യൂറോടോക്സിക് വെനമാണെങ്കിൽ, എക്സാമ്പിൾ, നമ്മുടെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഞരമ്പുകളെ അല്ലെങ്കിൽ പേശികളെ ബാധിച്ചു കഴിഞ്ഞാൽ രോഗിക്ക് ശ്വാസമെടുക്കാനുള്ള പ്രയാസം അനുഭവപ്പെട്ട് ക്രമേണ റെസ്പിറേറ്ററി പാരാലിസിസ് അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ ഗതി അങ്ങ് നിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടാവാറുണ്ട്. ഹീമോടോക്സിക് വെനം ഹാർട്ടിൻ്റെ പേശികളെ ബാധിച്ചു കഴിഞ്ഞാൽ മയോകാർഡൈറ്റിസ് എന്നുള്ള അവസ്ഥയിലോട്ട് പോയി അനിയന്ത്രിതമായി ഹൃദയമിടിപ്പിന് താളം തെറ്റി അനിയന്ത്രിതമായി രക്തസമ്മർദ്ദം താണ് അപകടം വരെ സംഭവിക്കാനുള്ള അവസ്ഥയിലോട്ട് രോഗി ചെന്നെത്തിപ്പെടാറുണ്ട്. കാപ്പിലറി പെർമിബിലിറ്റി അഥവാ ഹീമോടോക്സിക് വെനം കാരണം ചെറിയ രക്തക്കുഴലിലുള്ള ചെറിയ പ്രശ്നങ്ങൾ, ഇൻഫ്ലമേഷൻ കാരണം ആന്തരിക അവയവങ്ങളിലും നീര് കെട്ടി, ലങ്സിൽ നീര് കെട്ടിക്കഴിഞ്ഞാൽ പ്ലൂറൽ എഫ്യൂഷനിലോട്ട് ചെന്നെത്തിപ്പെട്ട് രോഗിക്ക് ശ്വാസമെടുക്കാനുള്ള പ്രയാസം, വയറിൻ്റെ ഉള്ളിൽ നീര് കെട്ടി വയറ് നല്ല അമിതമായിട്ട് വീർത്ത് കെട്ടിയിട്ട് ശ്വാസമെടുക്കാനുള്ള പ്രയാസം, വയറുവേദന മുതലായ ലക്ഷണങ്ങളും സാധാരണയായി കാണപ്പെടാറുണ്ട്. പാമ്പ് കടിയേറ്റാൽ എല്ലാ ലക്ഷണങ്ങളും എളുപ്പം തന്നെ വന്നുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ നിങ്ങളൊരു ആശുപത്രിയിൽ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ എന്താണ് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത്? 1, രോഗിയെ ശാന്തരാക്കുക, അവരെ പാനിക്കാവാൻ അനുവദിക്കാതിരിക്കുക. രോഗി പാനിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗിയുടെ ഹോർമോണിലുള്ള വ്യത്യാസം കാരണം അഡ്രിനർജിക് ആക്ടിവിറ്റി കൂടി, അഡ്രിനലിൻ, നോറഡ്രിനലിനൊക്കെ കൂടിക്കഴിഞ്ഞാൽ രോഗിയുടെ ഹൃദയമെടുപ്പും BP ഒക്കെ താൽക്കാലികമായിട്ട് കൂടി ഈ പറയുന്ന വിഷം പെട്ടെന്ന് തന്നെ ഉള്ളിലോട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് രോഗിയെ കാമാക്കുക, ശാന്തരാക്കുക, പേടിക്കേണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ രോഗിക്ക് ആശ്വാസം കിട്ടും. അടുത്തതായിട്ട്, കടിച്ച കൈയാണെങ്കിലും കാലാണെങ്കിലും അവ അനക്കാതിരിക്കുക, ചലിക്കാതിരിക്കാൻ അനക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു റോളോ എന്തെങ്കിലും സ്പ്ലിൻഡ് വെച്ചിട്ട് ഒന്ന് തടയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു അനക്കാതിരുന്ന് കഴിഞ്ഞാൽ വളരെ നല്ലത്. പിന്നെ ഈ കൈയാണെങ്കിലും കാലാണെങ്കിലും
മിടിപ്പിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ലെവലിന് താഴെ വെക്കുക. ഹാർട്ട് ലെവലിന് താഴെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളിലോട്ട് വിഷമെടുക്കാതിരിക്കും. പിന്നെ പാമ്പ് കടിയേറ്റ ഭാഗം നല്ലോണം പച്ചവെള്ളവും സോപ്പും വെച്ചിട്ട് കഴുകുന്നത് നല്ലതാണ്. പച്ചവെള്ളവും സോപ്പും അല്ലാതെ വേറൊന്നും തേച്ച് ആ ഭാഗം പുരട്ടരുത്. വേറെ എണ്ണയോ വേറെ മരുന്നൊന്നും അതിന് മുകളിൽ പുരട്ടാതിരിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ നേരെ ആശുപത്രിയിൽ എത്തിക്കുക. പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, എന്ത് ചെയ്യരുത് എന്നുള്ളത് കൂടി പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. അതായത് അവിടെ ആ പാമ്പ് കടിയേറ്റ ഭാഗത്തിൻ്റെ മുകളിലായിട്ട് സാധാരണഗതിയിൽ നമ്മൾ കാണപ്പെടാറുള്ളത് നല്ല ടൈറ്റായിട്ടുള്ള കയറ് അല്ലെങ്കിൽ ടൂർണിക്ക കെട്ടി വെച്ചിട്ടാണ് രോഗികളെ കൊണ്ടുവരാറ്. ഒരു വിഷം ഉള്ളിൽ കയറരുത്, മുകളിലോട്ട് പോകരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ കെട്ടുന്നതെങ്കിലും അങ്ങനെ അത്രയും ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ താഴെ ഭാഗത്തേക്കുള്ള രക്തോട്ടം നിലച്ചു പോയിട്ട് വളരെയധികം നീര് കെട്ടി സെല്ലുലൈറ്റിസ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം അല്ലെങ്കിൽ ടോട്ടൽ ആ ഭാഗത്തുള്ള രക്തോട്ടം ഫുൾ കട്ടായി ആ ഭാഗം പോലും ചിലപ്പോൾ മുറിച്ചു മാറ്റേണ്ട ഗതി വരെ വന്നേക്കാം. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒരിക്കലും അത്ര ടൈറ്റായിട്ട് ഭയങ്കര അതിന് മുകളിലായിട്ട് ടൂർണിക്ക് കെട്ടാതിരിക്കുക. പിന്നെ മുറിവ്, പാമ്പിൻ്റെ കടിയേറ്റുള്ള മുറിവ് ഒരിക്കലും ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ട്, ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ വരഞ്ഞ് മുറിവിൻ്റെ വലുപ്പം കൂട്ടരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം ചുറ്റുഭാഗത്തുള്ള ഞരമ്പൊക്കെ ചെറുതായിട്ട് കട്ടായിട്ട് പെട്ടെന്ന് തന്നെ വിഷം ഉള്ളിലോട്ട് എടുക്കാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ചിലർ ആ വിഷം ഊറ്റിയെടുത്ത് തുപ്പിക്കളയാറുണ്ട്. അതും യാതൊരു കാരണവശാലും അനുവദനീയമല്ല. രോഗിക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക. യാതൊരു കാരണവശാലും ഒറ്റമൂലി ചികിത്സ ചെയ്ത് നിങ്ങൾ വെറുതെ സമയം കളയരുത്. പാമ്പ് കടിയേറ്റ് ഒരാൾ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം നോക്കിയിട്ട് വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ അല്ലെങ്കിൽ കലർന്നതിൻ്റെ ലക്ഷണം എന്തെങ്കിലും രോഗിക്കുണ്ടോ എന്നുള്ളതാണ് നോക്കുക. അങ്ങനെ ഉള്ളിൽ വിഷം ചെന്നിട്ടുള്ള ലക്ഷണം കാണപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെതിരായിട്ട് കൊടുക്കേണ്ട പോളിവാലൻറ്റ് ആൻറ്റി സ്നേക്ക് വെനം ഡോക്ടർ നൽകുന്നതായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഈ പോളിവാലൻറ്റ് ആൻറ്റി സ്നേക്ക് വെനം മൂർഖൻ്റെ കടിയേറ്റാലും അണലിയുടെ കടിയേറ്റാലും വെള്ളിക്കെട്ടൻ്റെ കടിയേറ്റാലും ഉപകാരപ്രദം തന്നെയാണ്. അത് എത്ര കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കണം എന്നുള്ളത് ഒരു പ്രത്യേക കണക്ക് പ്രകാരം നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർ നിശ്ചയിച്ച് നൽകുന്നതായിരിക്കും. ഇനീഷ്യൽ അസസ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റാണ്. അത് ബാക്കി രോഗിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണോ അതിനാണ് മുൻതൂക്കം കൊടുക്കാറ്. അതായത് അണുബാധ ഏൽക്കാതിരിക്കാൻ ആൻറ്റിബയോട്ടിക്, പോയ്സൺ കയറാതിരിക്കാൻ വേണ്ടി TT, വേദനയുണ്ടെങ്കിൽ അനുവദനീയമായ അളവിൽ വേദന സംഹാരി, നീരുണ്ടെങ്കിൽ നീര് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വായിലൂടെ കൊടുക്കാവുന്ന മരുന്നുകൾ, അല്ലെങ്കിൽ ആ ലോക്കലായിട്ടുള്ള നീരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഗ്ലിസറിൻ മഗ്നീഷ്യം സൾഫേറ്റ് പോലെ നീര് വലിയാനുള്ള മരുന്നുകളെല്ലാം പുരട്ടുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. എന്നിട്ട് രോഗിനെ നമ്മൾ ഒബ്സർവ് ചെയ്യും. അതായത് ഈ വിഷം മൂലം ഉള്ളിലേക്ക് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ടോ, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ടൈം എല്ലാം മോണിറ്റർ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതാത് ഇതിനുള്ള ചികിത്സകളാണ് ചെയ്യാറ്. ഉദാഹരണമായി റെസ്പിറേറ്ററി പാരാലിസിസ് സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രോഗിയെ വെന്റിലേറ്ററിലോട്ട് മാറ്റി റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കുക. ഒലിഗോറിയ അല്ലെങ്കിൽ മൂത്രം കംപ്ലീറ്റ് ബന്ധവസ്ഥാവുന്ന അനൂറിയ അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ, അക്യൂട്ട് റീനൽ ഷട്ട് ഡൗണിലോട്ടൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താൽക്കാലികമായിട്ട് ഡയാലിസിസ് നൽകി രോഗിയെ രക്ഷിക്കാൻ സഹായിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗത്തെ പ്രതിരോധിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത്. പാമ്പിൻ്റെ കടിയേൽക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? രാത്രിയൊക്കെ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഒരു ടോർച്ച് ഉപയോഗിക്കുക. നമ്മുടെ കൃഷിയിടങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഒരു പാൻസോ ഒരു ബൂട്ട്സോ ധരിക്കുക. പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും അലക്ഷ്യമായി മാലിന്യങ്ങൾ കൂട്ടിയിടാതിരിക്കുക. നമ്മുടെ വീടിന് ചുറ്റും പൊന്തക്കാടുകൾ വളർന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം വെട്ടി നിരപ്പാക്കി സൂക്ഷിക്കുക. പ്രധാനമായും നമ്മുടെ വീട്ടിലെ കുട്ടികളെ പാമ്പിൻ്റെ കടിയെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക. ഓർക്കുക, പാമ്പുകടി തീർച്ചയായും ഒരു മെഡിക്കൽ എമർജൻസി തന്നെയാണ്. പാമ്പ് കടിയേറ്റാൽ ഒട്ടും ഭയക്കാതെ, ഒട്ടും സമയം കളയാതെ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിൽ രോഗിയുമായി എത്തിച്ചേരുക. ഏവർക്കും നന്ദി, നമസ്കാരം.